ഹലോ ഫ്രണ്ട്സ്, ഡൽഹി യൂണിവേഴ്സിറ്റി പറഞ്ഞതുപോലെ ജൂലൈ 8 വൈകിട്ട് തന്നെ CSIS പോർട്ടലിന്റെ phase 2 ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ phase 1 കംപ്ലീറ്റ് ചെയ്ത എല്ലാവരും phase 2 ഫില്ല് ചെയ്യാൻ തുടങ്ങിക്കോളുക. DUവിന്റെ അഡ്മിഷൻ പ്രോസസ്സിൽ വെച്ച് തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോസസ്സാണ് പ്രിഫറൻസ് ഫില്ലിംഗ് അഥവാ CSIS phase 2. കാരണം ഈ ഫേസിൽ നിങ്ങൾ എങ്ങനെയാണോ പ്രിഫറൻസ് കൊടുക്കുന്നത് അതനുസരിച്ചായിരിക്കും DUവിൽ നിങ്ങൾ ഏത് കോളേജിൽ ഏത് കോഴ്സാണ് പഠിക്കേണ്ടതെന്ന് തീരുമാനിക്കപ്പെടാൻ പോകുന്നത്. അതുകൊണ്ട് സമയമെടുത്ത് നല്ലോണം റിസർച്ച് ചെയ്ത് രണ്ടോട്ടം ആലോചിച്ചതിന് ശേഷം മാത്രം പ്രിഫറൻസ് ഫേസ് കംപ്ലീറ്റ് ചെയ്യുക. പ്രിഫറൻസ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്നാമതായിട്ട് പറയാനുള്ള കാര്യം, എത്ര മാർക്ക് കൂടിയ ആളാണെങ്കിലും എത്ര മാർക്ക് കുറഞ്ഞ ആളാണെങ്കിലും മാക്സിമം പ്രിഫറൻസ് കൊടുക്കാൻ ശ്രമിക്കുക. വെറും ഒരു 30 എണ്ണോ 40 എണ്ണോ കൊടുത്ത് നിർത്താതിരിക്കുക. മാക്സിമം ഒരു 100 എണ്ണെങ്കിലും കൊടുക്കാൻ ശ്രമിക്കുക. ഇനി അഥവാ മാർക്ക് കുറവാണെങ്കിൽ എത്രത്തോളം പ്രിഫറൻസ് കൊടുക്കാൻ കഴിയോ അത്രയും കൊടുക്കുക. അപ്പോൾ ഓപ്ഷൻസ് കൂടുകയും ചെയ്യും, കിട്ടാനുള്ള ചാൻസും കൂടും. രണ്ടാമതായിട്ട് പറയാനുള്ളത്, ആദ്യം നോർത്ത് ക്യാമ്പസ് കൊടുക്കുക, എന്നിട്ട് സൗത്ത് ക്യാമ്പസ് കൊടുക്കുക, അതിൻ്റെ താഴെ ഓഫ് ക്യാമ്പസ് കൊടുക്കുക. മാർക്ക് കുറവാണെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ഓഫ് ക്യാമ്പസ് കൊണ്ടുപോയിട്ട് മുകളിൽ കൊടുക്കാതിരിക്കുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, പ്രിഫറൻസ് കൊടുക്കുമ്പോൾ എപ്പോഴും മിക്സ് ആക്കി കൊടുക്കാൻ ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ BCom ഓണേഴ്സിനാണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ മുഴുവനും BCom ഓണേഴ്സിന് കൊടുക്കാതെ ആദ്യം നോർത്ത് ക്യാമ്പസിലെ കോളേജുകളിൽ BCom ഓണേഴ്സിന് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ താഴെ നോർത്ത് ക്യാമ്പസിൽ തന്നെ BCom പ്രോഗ്രാമിന് കൊടുക്കുക, അതിൻ്റെ താഴെ സൗത്ത് ക്യാമ്പസിൽ കൊടുക്കുക. ഇങ്ങനെ കോഴ്സുകളും കോളേജുകളും മിക്സ് ആക്കി കൊടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾ എലിജിബിൾ ആയിട്ടുള്ള, നിങ്ങൾക്ക് താല്പര്യമുള്ള മിനിമം ഒരു 6 കോഴ്സെങ്കിലും നിങ്ങൾ സെലക്ട് ചെയ്ത് അപ്ലൈ ചെയ്യാൻ നോക്കുക. ഇതുപോലത്തെ CET റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടി ഈ പേജ് ഫോളോ ചെയ്യുക.